ഓ ഇപ്പൊ വന്ന് വന്ന് കണ്ട ബംഗാളികളും പോലീസ് സ്റ്റേഷൻ വന്ന് കയറിയെന്ന് ഇറങ്ങലായോ? സുജിത്തെ ഒന്ന് പോയി നോക്കടാ. എന്താ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കണ്ട ബംഗാളികളും വരലായാ? സാറേ വേറെ വഴിയില്ല, നമ്മുടെ മോളെ കാണുന്നില്ല സാറേ. അവളെങ്ങനെയും കണ്ടെത്തി തരണം സാറേ. നീ തന്നെയായിരിക്കും ആ കൊച്ചിനെ എന്തും ചെയ്ത്, ആദ്യം പോയി അന്വേഷിക്കട്ടെ പെണ്ണെ. സാറേ ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യൂല സാറേ, അങ്ങനെയൊന്നും പറയല്ലേ സാറേ. നമ്മുടെ മോളെ എങ്ങനെയും കണ്ടെത്തി തരണേ സാറേ. പലകൾ വരെ പൂത്തു തുടങ്ങി. പക്ഷേ യക്ഷികൾക്ക് വരെ പുറത്തിറങ്ങാൻ പേടിയാണത്രേ. സമർപ്പണം അളവില്ലാതെ പിച്ചു ചെയ്യുന്നപ്പെടുന്ന പെൺജന്മങ്ങൾക്കെല്ലാം ഒരു മെഴുകുതിരി കത്തിത്തീരുന്നതുവരെ മാത്രം സഹതാപവേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നു പാടി ചക്കരെ. അച്ഛാ അച്ഛനും അമ്മയും പോയി വരുമ്പോ മോക്കൊരു ചോക്ലേറ്റ് കൊണ്ടുതരുവോ? അച്ഛന്റെ പൊന്നുമോക്ക് എല്ലാം കൊണ്ടുവരാട്ടോ. അച്ഛനും അമ്മയും ഒരു കാലുവാട്ടോണ് പോയി വരട്ടെ. പൊന്നു അമ്മയും അച്ഛനും വേഗം ടൗണിൽ പോയി വരാം. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്തു വയ്ക്കണം. ആ അമ്മ വാട്ടാ. ചേട്ടാ ചേട്ടാ എന്തെത്തിയങ്ങളെ? അച്ഛനമ്മയും ടൗണിൽ പോയിട്ടായുള്ള. അറിയാം, എന്നാലും പറഞ്ഞേ ഉള്ളൂ. അങ്കലിന്റെ സുന്ദരിക്കുട്ടിക്ക് അങ്കൽ എന്നാ കൊണ്ടുവന്നേന്ന് കാണണ്ടേ. എന്താ ഹായ് ചോക്ലേറ്റോ? മോക്ക് ഇത് വലിയ ഇഷ്ടാ. ഇത് മോക്കാണോ? താങ്ക് യു അങ്കളെ. അങ്ങളെ ഇങ്ങനെ തൊടാതെ അങ്ങളെ, മോക്ക് പേടി അങ്ങളെ. വേണ്ട അങ്ങളെ വേണ്ട. എന്തിനാ മോള് പേടിക്കുന്നേ? അങ്കളല്ലേ, പേടിക്കണ്ടാട്ടോ. നിർത്തണേ അങ്ങളെ, മോക്ക് വേനൊക്കെ അങ്ങളെ വേണ്ട അങ്ങളെ വേണ്ട. മനുഷ്യമനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു ദാരുണ കൃത്യമാണ് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. നമുക്കതിനെ കുറിച്ച് നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. എന്തു പറയാനാ, കണ്ട് ബംഗാളികളൊക്കെ ഇവിടെയൊക്കെ ഒന്ന് താമസിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ. കണ്ട് ബംഗാളി കൊച്ചിനൊന്നും വീഡിയോ ഒന്നും കർമ്മൊന്നും ചെയ്യാനാവൂല. എനിക്കും എന്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും ക്രിമിനലിനെ കണ്ടെത്താനായിരുന്നു. എല്ലാവരും എന്റെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഇതിനെതിരെ നന്നായി പ്രതിഷേധിക്കുന്നതാണ് ഞാനും എന്റെ ഫോഴ്സും. മാറിക്കോ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. കമലേ, നമ്മുടെ മോളെ കിട്ടിയാ ആയിട്ടാ? നമ്മുടെ മോളെ കിട്ടിയേട്ടാ. അവളെ കിട്ടി. അവള് ഉറക്കായി. അവള് പോയി ഏട്ടാ, അവള് പോയി. നമ്മുടെ മോളെ കിട്ടിയേട്ടാ, നമ്മുടെ മോളെ കിട്ടി. ഇവിടെ നടന്നത് ഒരു സാധാരണ മരണം മാത്രമല്ല, കൊലപാതകം കൂടിയാണ്. ഇവിടെ ആ കുട്ടിയെ കൊന്നത് അയാൾ മാത്രമല്ല, അയാൾക്കുള്ളിലെ ലഹരി കൂടിയാണ്. ഇനി നിങ്ങൾ പറയൂ, ആരാണ് അന്തൻ? കഥയിലെ പിതാവോ ഈ സമൂഹമോ?